പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും അടക്കം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വാർഡ് പുനർനിർണയ നീക്കത്തിൽ സർക്കാരിന് തിരിച്ചടി. കോടതിയെ സമീപിച്ച 8 മുനിസിപ്പാലിറ്റികളിലെയും ഒരു പഞ്ചായത്തിലെയും വാർഡ് വിഭജനം ഹൈക്കോടതി റദ്ദാക്കി. മുസ്ലിം ലീഗ് കൗൺസിലർമാർ നൽകിയ ഹർജിയിലാണ് കോടതി നടപടി. മുനിസിപ്പൽ ആക്ട് ഭേദഗതിയിലൂടെ വാർഡ് വിഭജനം നടത്താനുള്ള നീക്കത്തിനെതിരെ നൽകിയ ഹർജിയിലാണ് ഉത്തരവ്. കൊടുവള്ളി, ഫെറോക്ക്, മുക്കം, വളാഞ്ചേരി, പരപ്പനങ്ങാടി, തിരൂരങ്ങാടി, താനൂർ, മട്ടന്നൂർ മുനിസിപ്പാലിറ്റികളിലെയും പടന്ന പഞ്ചായത്തിലെയും വിഭജനമാണ് റദ്ദാക്കിയത്. പുതിയ സെൻസസ് നിലവിലില്ലാതെ പഴയതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ വാർഡ് പുനർവിഭജനത്തിലുള്ള നീക്കം സെൻസസ് നിയമത്തിന്റെയും ചട്ടത്തിന്റെയും കേരള മുനിസിപ്പൽ ആക്ടിലെ 6(2) വകുപ്പിലെയും ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹർജിക്കാർ കോടതിയെ സമീപിച്ചത്. നിലവിലുള്ള 2011 സെൻസസിന്റെ അടിസ്ഥാനത്തിലാണ് 2015 വാർഡ് വിഭജനം നടന്നത്. പുതിയ സെൻസസ് പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ 2019 ഡിസംബർ 31 ശേഷം വാർഡ് പുനർവിഭജനം സാധ്യമല്ലെന്നായിരുന്നു ഹർജിക്കാരുടെ വാദം. ഈ വാർഡ് വിഭജനം യഥാർത്ഥത്തിൽ ജനാധിപത്യ അവകാശങ്ങളെ അട്ടിമറിക്കുന്നതാണ്. തെരഞ്ഞെടുപ്പിൽ പരാജയം 100% ഉറപ്പായ ഇടതുപക്ഷ ഗവൺമെൻറ് വാർഡുകൾ അശാസ്ത്രീയമായി നിയമവിരുദ്ധമായി മാനദണ്ഡത്തിനെതിരായി വെട്ടിമുറിച്ചിട്ട് ജയിക്കാം എന്നൊരു പ്രവണതയുണ്ടായത്. നേരത്തെ അത് സംബന്ധിച്ച് ഞങ്ങൾ അതാത് സ്ഥാപനങ്ങളുടെ തദ്ദേശ സ്ഥാപനങ്ങളുടെ സെക്രട്ടറിമാർക്ക് പരാതി കൊടുത്തു. ആ പരാതി സ്വീകരിച്ചില്ല. സെക്രട്ടറിമാർക്ക് ഗവൺമെൻറ്റിൽ നിന്ന് കഠിനമായ താക്കീതുകൾ വന്നു. 100-ലധികം സെക്രട്ടറിമാരെ ഈ വാർഡ് വിഭജന പ്രക്രിയ ആരംഭിച്ചപ്പോൾ സ്ഥലം മാറ്റി. അവർക്ക് അനുകൂലമായി ഉണ്ടാക്കാൻ എല്ലാ കാര്യങ്ങളും നടത്തി. അനുവദനീയമായ സമയപരിധിക്കകത്ത് നടപടി പൂർത്തിയാക്കാനാകില്ലെന്നുറപ്പുള്ള സാഹചര്യത്തിൽ വാർഡുകളുടെ അതിർത്തി വിഭജന നടപടികൾ ഭരണഘടനയ്ക്കും സെൻസസ് ആക്ടിനും വിരുദ്ധമാകുമെന്നും ഹർജിക്കാർ കോടതിയെ അറിയിച്ചു. മുനിസിപ്പാലിറ്റി നിയമത്തിലെ ഭേദഗതി റദ്ദാക്കണമെന്ന ആവശ്യവും ഹർജിക്കാർ ഉന്നയിച്ചിരുന്നു. സർക്കാരിന്റെ ഉൾപ്പെടെ വിശദമായ വാദം കേട്ട കോടതി ഹർജി നൽകിയ വാർഡുകളിലെ വിഭജനമാണ് റദ്ദാക്കിയത്. വാർഡ് വിഭജനം നിയമവിരുദ്ധമാണെന്ന വാദത്തിൽ കഴമ്പുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ജസ്റ്റിസ് മുഹമ്മദ് നിയാസിന്റെ ഉത്തരവ്. ചെർപ്പുളശ്ശേരി മുനിസിപ്പാലിറ്റിയിലെ വാർഡ് വിഭജനത്തിനെതിരെ ഹർജിയെത്തിയെങ്കിലും വിഭജന പ്രക്രിയ ഒഴിവാക്കിയതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഹൈക്കോടതിയെ നേരത്തെ അറിയിച്ചിരുന്നു. ലീഗൽ ഡെസ്ക്, ന്യൂസ് മലയാളം.